അടിവരയിട്ട് പറയട്ടെ, നന്മ അനുഭവിച്ചു. അതുപോലെ ഇന്ന് നമുക്ക് കാണുന്ന പോലെ നല്ല ആത്മാർത്ഥമായ ശവസംസ്കാരം ലഭിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യം. ഈടവയ്ക്ക് നമ്മൾ കുടുംബം ചെയ്തിട്ടുള്ള എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദിപൂർവ്വം ഈ സമയം ഞങ്ങൾ ഓർക്കുന്നു. തുടർന്ന് മക്കളെയും കൊച്ചുമക്കളെയും കടന്നു വന്ന പ്രിയപ്പെട്ടവരെയും ദൈവത്തിൻ്റെ അദൃശ്യകരമായ കരങ്ങൾ നീട്ടി ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പെരുമ്പട്ടി എരിച്ചിലെയും മാർത്തമായ കൃപയുടെ അനുശോചനം ഈ സമയത്ത് ഔദ്യോഗികമായിട്ട് അറിയിച്ചു. ട്രസ്റ്റി പേര് സമർപ്പിക്കുന്നു. അമ്മച്ചിയുടെ മക്കൾക്ക് വേണ്ടി മകൾ അന്നം എബ്രഹാം ഇപ്പോൾ ചില വാക്കുകൾ സംസാരിക്കും. പ്രിയ വൈദിക ശ്രേഷ്ഠന്മാരിൽ വന്നുകൂടപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും ബന്ധുജനങ്ങളും, ഇങ്ങനെ ഒരു അവസരം നാം ഈ ഭൂമിയിൽ ഇന്ന് സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെങ്കിലും ഇത്രയും പേര് കടന്നു വന്ന് ഈ കാര്യങ്ങൾക്ക് എല്ലാം വളരെ ഉത്തേജനം ചൊല്ലി നമ്മുടെ കാലാവസ്ഥകളെയും നമ്മുടെ പ്രകൃതിയിലുള്ള എല്ലാ കാര്യങ്ങളും ആപത്തനർത്ഥങ്ങളും കൂടാതെ അനേകർ കടന്നു വന്ന് ഒന്നിച്ചായിരിക്കുന്ന അനേക രാജ്യങ്ങളിലുള്ളവർ ഒന്നിച്ചു വന്ന് ഇങ്ങനെ അമ്മയുടെ ഈ ദേഹവിയോഗത്തിൽ സംബന്ധിച്ച എല്ലാവർക്കും ആദ്യമായി ഞാൻ ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ സങ്കീർത്തനം 127 അതിന്റെ 3-ാം വാക്യത്തിൽ നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും. നിന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ഇന്ന് എന്റെ പിതാവിന്റെ ഭാര്യ എന്റെ മാതാവാണ്. എന്നാൽ ഇന്ന് എന്റെ മാതാവ് ഈ ലോകത്തിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പേ കടന്നുപോയി. എന്നാൽ ആ മാതാവിനെ കുറിച്ച് തീർച്ചയായിട്ടും എനിക്ക് പറയുവാൻ കഴിയും. അവര് തീർച്ചയായിട്ടും ആ വചനത്തില് ഉറച്ച് പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു ധന്യ മാതാവായിരുന്നു. ഞാനത് കണ്ടു വളർന്നതാണ്. അത് പൂർണ്ണമായിട്ടും എന്റെ ജീവിതത്തിൽ അനുഗ്രഹമെന്ന് അത് പറയുന്നതിന് യാതൊരു സംശയമില്ലാതെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ആചരിക്കുന്നത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ നിൽക്കുമെന്ന് പറയുന്ന ഒരനുഭവത്തില് ഞങ്ങള് ആ മാതാപിതാക്കൾ ഞങ്ങൾ 7 കുഞ്ഞുങ്ങളെ വളർത്തി. അവർ 7 പേർക്കും കുടുംബ ജീവിതത്തില് മക്കളെ കൊടുത്തു. അവരുടെ മക്കളെ കണ്ടു, അവരുടെ കുഞ്ഞു മക്കളെ കണ്ടു, അവരുടെ കൊച്ചുമക്കളുടെ മക്കള് 6 പേരുമായിട്ട് ഇന്ന് ഈ മാതാവ് ആ ഒരാളോട് ജനിക്കാൻ 2 മാസം ജനിക്കും. അത് എന്നോട് ചോദിച്ചു, അതെന്ത് കുഞ്ഞാണെന്ന് പോലും നീ അറിഞ്ഞോന്ന്. അങ്ങനെ ഈ സൺഡേയില് ഞങ്ങൾ ഒന്നിച്ചുള്ള കോൺവെർസേഷനില് അങ്ങനെ സംസാരിച്ച് ഈ അമ്മ ഞങ്ങളെ വിട്ട് വിട വാങ്ങി പോയിരിക്കുന്നു. എന്നാൽ ഞങ്ങൾക്ക് വളരെ പ്രത്യാശയുണ്ട്. ഞങ്ങൾ ആ അമ്മയെ ചെന്ന് കാണണം, അതാണ് ഞങ്ങളുടെ പ്രത്യാശ. എന്നാൽ ഞങ്ങളെല്ലാവരും ദൈവസന്നിധിയില് സന്തോഷമായിരിക്കും. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന വീണ്ടും ഞങ്ങളുടെ കുടുംബത്തിന് ആവശ്യമാണ്. പ്രത്യേകിച്ച് എൻ്റെ പിതാവ്, ഞങ്ങളുടെ പിതാവ്, ഇത്രയും പ്രായമുള്ള ഈ പിതാവ് ഞങ്ങളുടെ ഇത്രയും കുഞ്ഞുങ്ങളെ വളർത്തി ഒറ്റയ്ക്കായി മാതാവില്ലാത്ത ഒരവസരം ഇന്നുവരെ ഉണ്ടായിട്ടില്ലല്ലോ. 17 വയസ്സ് തൊട്ട് അല്ലെങ്കിൽ അച്ചാതിന് 19 വയസ്സ് തൊട്ട് ഈ നിമിഷം വരെയും ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം കാഴ്ചവെച്ച് അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ ലോകത്തിന് കൊടുത്ത് അനേകര് ചില കൊച്ചുമക്കളായി ദൈവ ശുശ്രൂഷയിലായി തീരുവാനും അതുപോലെ അനേക യൗവനക്കാരുടെ നടുവിൽ പ്രവർത്തിക്കുന്ന കൊച്ചുമക്കളെ ദാനം ചെയ്ത ഈ നല്ല മാതാവിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. അതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്നതിനായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. മറ്റുള്ള കൊച്ചുമക്കളെ പ്രതികരിച്ച് ആൻസി ആൻഡ് സ്റ്റെഫി വാക്കുകൾ സംസാരിക്കും.